ഡോക്ടർ ജയപ്രസാദ്, ഇപ്പോൾ കുറ്റമറ്റ രീതിയിൽ ഈ പരീക്ഷ നടത്താനുള്ള സംവിധാനം ഇവിടെയുണ്ട്, നിയമം ഇവിടെയുണ്ട്. ഇനി കുറ്റമറ്റ രീതിയിലല്ല പരീക്ഷ നടത്തുന്നത് എങ്കിൽ അതിനെ നേരിടാൻ 2024 മുൻപ് നീറ്റ് ലീക്ക് ഉണ്ടായ സമയത്ത് 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ഏർപ്പെടുത്തുന്ന നിയമവും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിയമമില്ലാത്തതല്ല, നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്ത ഉള്ള ഒരു സർക്കാർ ഇല്ലാത്തതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇപ്പം അങ്ങ് ചോദിച്ചാലോ, രാഹുൽ ഗാന്ധി 10-20 ദിവസം എവിടെയായിരുന്നു എന്നത്? പാർലമെന്റ് ഇല്ലാത്ത സമയമാണല്ലോ. പാർലമെന്റ് കൂടിയ 4-5 ദിവസം ഉണ്ടായിരുന്നല്ലോ സാർ. പ്രധാനമന്ത്രി എവിടെയായിരുന്നു? പ്രധാനമന്ത്രി പാർലമെന്റ് കൂടുന്ന തിങ്കളാഴ്ച ദിവസം അദ്ദേഹം പത്രക്കാരോട് സംവദിച്ചു. അതിനുശേഷം പ്രസിനെ അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് പാർലമെന്റിൽ പോകുന്നത്. പാർലമെന്റിലെ ഒരു തരത്തിലും പാർലമെന്റിലെ നടപടികൾ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം ചെയ്തു. യുവാക്കൾക്ക് സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രതിപക്ഷം ഈ സമരമുഖം മുഴുവൻ ഉയർത്തിയ പാർലമെന്റിൽ അദ്ദേഹം അതിന് മറുപടി പറയാനെത്തിയോ? 4 ദിവസം എത്തിയോ? രാഹുൽ ഗാന്ധി പാർലമെന്റ് നടപടികൾ നടന്നില്ലല്ലോ. പാർലമെന്റ് നടപടികൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചിരുന്നോ? പാർലമെന്റ് നടപടികൾ അല്ല, ഞാൻ രാഹുൽ ഗാന്ധിയെ പറയാൻ കാരണം നമ്മൾ സർക്കാരിനെതിരായിട്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സർക്കാരിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകേണ്ടത് ഒരുപക്ഷെ നിരാഹാര സമരം നടത്തേണ്ടത് അദ്ദേഹമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു. രണ്ടാമത്, കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ നിഷേധാത്മകമായ സമീപനമാണ്. അതായത് പ്രതിപക്ഷം സമരം ചെയ്യാത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ സമരമേ ചെയ്യേണ്ടാത്ത തരത്തിൽ അനീതിക്കെതിരെ ആദ്യ നിലപാടും നടപടിയും എടുക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനെ വിളിച്ച് എന്താണ് നിങ്ങളുടെ വകുപ്പിൽ നടക്കുന്നത്, നിങ്ങൾ റിസൈൻ ചെയ്യൂ, ഉത്തരവാദിത്തം ഏറ്റെടുത്തതെന്ന് പറയേണ്ട ആരായിരുന്നു. അത് പറയാത്തടത്താണ് സമരം ഉണ്ടായത്. ഒന്ന്. രണ്ടാമത്തേത്, ശരി, രാഹുൽ ഗാന്ധി 10-20 ദിവസം ഉണ്ടായിരുന്നില്ല പാർലമെന്റ് നടക്കാത്ത സമയത്ത്. ഈ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ പ്രധാനമന്ത്രി എങ്ങനെയാണ് രാജ്യത്തോട് സംബന്ധിച്ചത്? എക്സിലൂടെ. അദ്ദേഹം പാർലമെന്റിൽ എത്താത്തതിന്റെ കാരണം എന്താണ് അങ്ങേക്ക് അറിയാമോ? അങ്ങേക്ക് പറയാമോ? അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തിയില്ല എന്ന് പറയാം. പാർലമെന്റിൽ എന്തെങ്കിലും നടപടി, എന്തെങ്കിലും അവിടെ കഴിഞ്ഞ 5 ദിവസം പൂർണ്ണമായ സ്തംഭനമായിരുന്നു. നമ്മളെല്ലാവരും കാണുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് പാർലമെന്റ് പൂർണ്ണമായി നടപടിക്രമങ്ങൾ നടക്കുകയും സ്തംഭിച്ചത് അവിടെ പ്രധാനമന്ത്രിക്ക് ഒരു പ്രസ്താവന 12 വർഷമായിട്ട് സാർ. ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ചർച്ച നടത്താതിരുന്നിടത്തും പിന്നീട് രാജി ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തതും കൊണ്ടാണല്ലോ സഭ മുന്നോട്ട് പോകാതിരുന്നത്. അവിടെ പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? അല്ല മാധു, കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ചയും കാര്യമായി നടത്തില്ല. 12 വർഷം കൊണ്ടല്ല ഒന്ന് ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായത്. നിങ്ങളൊരു പുതിയ കെട്ടിടം പണിതേന്നുള്ളൂ. അത് ശ്രീകോവിലായിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം അതിന് മുൻപുണ്ടായതാണ് സാർ. അവിടെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും മറുപടി ഉണ്ടാകേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ദിവസം പ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന ഇടമാണ് പാർലമെന്റ്. അവിടെ എവിടെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധി നമ്മുടെ പാർലമെന്റില് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടല്ലോ. അത് നമ്മൾ അത് മറച്ചു വെച്ചിട്ട് എവിടെയായിരുന്നു പ്രധാനമന്ത്രി? പാർലമെന്റിന് തടസ്സമുണ്ടായില്ലല്ലോ അദ്ദേഹം വരാതിരുന്നതിന് പേരിൽ. അദ്ദേഹം പാർലമെന്റ് പൂർത്തിയാകുന്നത് എന്തുകൊണ്ടില്ല? ഈ സമരം ഒത്തുതീർപ്പായത് തന്നെ പ്രധാനമന്ത്രിയുടെ കഴിവല്ലേ? നമ്മൾ ഈ സമരത്തെ നിഷേധാത്മകമായ സമീപനത്തിലൂടെ പ്രധാനമന്ത്രിയുടെ കഴിവ്. ഈ രാജ്യത്ത് പരീക്ഷ നടത്താൻ കൃത്യമായ രീതിയും പരീക്ഷാ മാൽപ്രാക്ടീസ് അത് നേരിടാൻ നിയമ നടപടിയും ഉണ്ടായിട്ടും ഈ പറയുന്ന 47 പേരെ ആരൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. ഇന്ത്യയിൽ 47 പേര് സ്ഥിര ജോലിക്കാരായിട്ടില്ല. 47 പേരെ പുറത്താക്കിയവരിൽ 2024 ഈ പേപ്പർ ലീക്ക് നിയമം അവിടെ നിൽക്കട്ടെ, 24 പുറത്തിറക്കിയ 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ശിക്ഷിക്കുന്ന വകുപ്പിട്ട കേസെടുത്ത ആരെങ്കിലും കുറിച്ച് അങ്ങേക്ക് അറിയാമോ? 47 പേരുടെ പേര് വിവരങ്ങൾ അങ്ങേക്ക് അറിയാമോ? ഒന്നും അറിയില്ല. പുകമറിയാണ് പ്രധാനമന്ത്രിയുടെ കഴിവ്. ഒരു കാര്യം പറയാനാണ് അനുവദിക്കുന്നത്. അതായത് ഈ പരീക്ഷ 22 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഗവൺമെന്റിന്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് അത് ഒരു പുനർപരീക്ഷ നടത്തുക എന്നല്ല. അങ്ങനെ ജൂൺ 21-ാം തീയതി പുനഃപരീക്ഷ നടത്തുകയും കുറ്റമറ്റ രീതിയിൽ അതിൻ്റെ റിസൾട്ട് വരികയും അഡ്മിഷൻ പ്രോസസ്, അതായത് ജൂലൈ 16 റിസൾട്ട് വരികയും അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സമാന്തരമായിട്ട്
കുറ്റവാളികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുന്നിലേക്കും പോയി. 2024 പാസ്സായ നിയമത്തിൽ 3 മുതൽ 5 വർഷം വരെ തടവ് പറയുന്നുള്ളൂ. 1 ലക്ഷം മുതൽ 1 കോടി വരെയാണ് പിഴ പറയുന്നത്. അത് അത്രയും ഒരു ശക്തമായൊരു നിയമമെന്ന് പറയാൻ കഴിയില്ല. കുറച്ചുകൂടെ ശക്തമായൊരു നിയമം വരേണ്ടതുണ്ട്. കാരണം ഈ എക്സാമിനേഷനിൽ ചോദ്യപേപ്പർ ചേർന്നത് പൂർണ്ണ രൂപത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകൾ, അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സെറ്റ് ചെയ്തതിൽ പങ്കാളികളായ ആളുകൾ, അവർ സ്വകാര്യമായി ഈ നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അതിൻ്റെ ഏതാണ്ട് 90% ക്വസ്റ്റ്യൻസ് ചോർത്തിയതാണ് ചില ഭാഗങ്ങൾ, അത് പൂർണ്ണ രൂപത്തിലല്ല. അപ്പോൾ ആ തരത്തിൽ കുറ്റവാളികളെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനൊരു പ്രതിവിധി എന്നുള്ള തലത്തിൽ പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തി എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. മന്ത്രി രാജിവെച്ചതോടെ നമ്മൾ ചർച്ച ചെയ്ത മോറൽ റെസ്പോൺസിബിലിറ്റി 2024 പേപ്പർ ലീക്ക് ഉണ്ടായി, 2025 26 പേപ്പർ ലീക്ക് ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രഥമമായ കൺസേൺ എന്ന് വിചാരിക്കുന്ന ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യനാണ് ഞാൻ. അല്ലാതെ ഈ പേപ്പർ ലീക്ക് 26 വീണ്ടും നടന്നിട്ട് അതിന് പുനഃപരീക്ഷ നടത്തുകയാണ് സർക്കാരിന്റെ പ്രഥമമായ പരിഗണന എന്ന് പറഞ്ഞാൽ ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ് സാർ. Debate with Madhu Saji.